സംപൂജ്യരായ സജ്ജനങ്ങളെ, ബഹുമാന്യരായ കലാസ്നേഹികളെ, ഏവർക്കും സൗഗന്ധിക കലാക്ഷേത്രത്തിന്റെ അഭിവാദനങ്ങൾ. നിങ്ങളിൽ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ദേവചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ തിരുവരങ്ങിൽ സൗഗന്ധിക കലാക്ഷേത്രം സവിനയം സമർപ്പിക്കുന്നു കുറത്തിയാട്ട നൃത്തശില്പം. മാണിക്യവീണ മുകളാലയന്തീം മദാലസ മഞ്ജുളവാക്വിലാസ മഹേന്ദ്രനീലദ്യുതി കോമളാംഗീ മാതംഗ കന്യാ മനസാ സ്മരാമി. അമല വിശാല വിലോചനയാളെ കാമിനി ഭാരതി ബാലയമാ. ഹരിയെന്നൊരക്ഷരത്തെ വിരലിൽ പിടിച്ചു മോദൽ ഹരി തന്നിൽ വരപ്പിച്ച ഗുരുവരനെ. മകരി സരിമ പനി സരി മകരി സാസനിതപ പാപ മകരി മകരി സരിമ ശിവഗംഗയാം വൈക. സാരി സനിതപ മപനി നിസ ശ്രീ മകരി സനിത മപനി സരി രിപ മകരി രിപ മകരി മകരി സരിമ ശിവഗംഗയാം വൈക. മകരി മകരി സരി മമ പസനിത പനിത മപനി നിസ മപനി സരി. കലാസ്നേഹികളെ, കലാകേരളത്തിന്റെ ചരിത്രത്താളുകളിൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ കലാരൂപങ്ങളിൽ ഒന്നാണ് കുറത്തിയാട്ടം. ആധുനിക നൃത്തനാടകങ്ങളുടെ പ്രാഗ്രൂപം മുതൽ ഭാഷാ സാഹിത്യത്തിന്റെ അടിസ്ഥാന ശിലകൾ വരെ കുറത്തിയാട്ടത്തിൽ ദർശിക്കാവുന്നതാണ്. എന്നാൽ കാലപ്രവാഹത്തിന്റെ കുത്തൊഴുക്കിൽ കുറത്തിയാട്ടത്തിന്റെ സ്വാധീനം കലാരംഗത്ത് കുറഞ്ഞു വന്നു. ഈ കാലഘട്ടത്തിലാണ് വെച്ചൂർ തങ്കമണിപ്പിള്ളയെ പോലുള്ള സർവകലാവല്ലഭന്മാർ കുറത്തിയാട്ട രംഗത്തേക്ക് കടന്നുവരുന്നത്. ഞങ്ങളുടെ കുലഗുരുവും മാർഗദീപവുമായ ആ മഹാനടന്റെ സ്മരണയ്ക്ക് മുന്നിൽ ഈ ഇളം തലമുറയുടെ പ്രണാമം. പ്രിയമുള്ളവരെ, വെച്ചൂർ തങ്കമണി ആശാൻ തുടങ്ങിവെച്ച കുറത്തിയാട്ട നവോത്ഥാനത്തിന്റെ പൂർത്തീകരണമാണ് ഞങ്ങൾ അണിയിച്ചൊരുക്കുന്ന ഈ കുറത്തിയാട്ട നൃത്തശില്പം. മലയാള ഭാഷാപിതാവിന്റെ ആധ്യാത്മരാമായണം മുതൽ കമ്പക്കുടിക്കുളത്ത് സുന്ദരയ്യരുടെ ഹരിവരാസനം വരെയുള്ള ഭക്തിസാഹിത്യവും ചെന്തമിഴ് കലർന്ന മലയാളത്തിലെ ആദി നാടൻ കവിതാശീലുകൾ മുതൽ പ്രൊഫസർ വി ആനന്ദക്കുട്ടൻ നായരുടെ ചീതയും തമ്പുരാട്ടിയും വരെയുള്ള നാടോടി ഗാനങ്ങളും തുള്ളൽ, ആട്ടക്കഥ തുടങ്ങിയ പ്രൗഢ സാഹിത്യങ്ങളും ഈ നൃത്തനാട്യത്തിൽ സമ്മേളിക്കുന്നു. ഈ പദ്യസാഹിത്യങ്ങളെ കൂട്ടിയിണക്കാൻ ലാസ്യ, താണ്ഡവ, നാടോടി നൃത്തരൂപങ്ങൾ സമഞ്ജസമായി സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് ഈ നൃത്തശില്പം നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. സജ്ജനങ്ങളെ, ഈ നൃത്തനാടകത്തിന്റെ കഥാഘടന അഷ്ടദശ പുരാണങ്ങളിൽ പ്രഥമ ഗണനീയമായ മഹാശിവപുരാണത്തിൽ നിന്നും അടർത്തിയെടുത്ത ഒരു കഥാസന്ദർഭമാണ് ഈ നൃത്തശില്പത്തിന് അടിസ്ഥാനം. ചരാചരനാഥനായ കൈലാസനാഥന് ശനിദോഷം ബാധിക്കുന്നു. തന്റെ ജ്ഞാനദൃഷ്ടിയാൽ ഇതു മനസ്സിലാക്കിയ ഭഗവാൻ കൈലാസം ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് വരുന്നു, ഒരു കുറവ വേഷം ധരിച്ച്. ഈ സമയം ചിന്താവിഷ്ടിയായി കൈലാസത്തിൽ കുടികൊള്ളുന്ന മഹേശ്വരിയുടെ മുന്നിലേക്ക് ശ്രീ മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെടുന്നു. കുശല സംഭാഷണങ്ങൾക്കിടെ ലോകമാതാക്കൾ അകാരണമായി കലഹിക്കുന്നു. ദേവിമാരുടെ കലഹത്തിനിടയിലേക്ക് വടിയും കുത്തി ഒരു മുത്തിയമ്മ പ്രവേശിക്കുന്നു. മുത്തശ്ശിയുടെ നിർമ്മലമായ ഇടപെടലുകൾ ലക്ഷ്മി പാർവതിമാരെ വീണ്ടും രഞ്ജിപ്പിക്കുന്നു. സന്തോഷചിത്തിയായി മഹാലക്ഷ്മി നിർഗമിക്കുമ്പോൾ മുത്തിയമ്മ താൻ വാണീശ്വരിയാണെന്ന് പാർവതിയെ അറിയിക്കുന്നു. ദേവിയുടെ ഉപദേശപ്രകാരം പാർവതി ഒരു കുറവപ്പെണ്ണായി ശ്രീ മഹേശ്വരനെ അനുഗമിച്ചു ഭൂമിയിലേക്ക് വരുന്നു. ദേവലോകത്തിന്റെ പരിച്ഛേദമായ കേരള ഭൂമിയിൽ വെച്ചു സന്ധിക്കുന്ന ഉമാമഹേശ്വരന്മാർ തങ്ങളുടെ ആ നാടോടി ജീവിതം സ്വയം ആസ്വദിച്ചുകൊണ്ട് യാത്ര തുടരുമ്പോൾ ലൗകിക ജീവിതത്തിന്റെ മഹനീയതയും സ്ത്രീത്വത്തിന്റെ
വിഭിന്ന ഭാവങ്ങളും അവർക്കു മുന്നിൽ ഒരു നാടോടിക്കിടാത്തിയും തമ്പുരാട്ടിക്കുട്ടിയുമായി അനാവൃതമാകപ്പെടുന്നു. യാത്രയ്ക്കൊടുവിൽ ഒരു വനപ്രദേശത്ത് എത്തിച്ചേരുന്ന പാർവതി പരമേശ്വരന്മാരെ അതിഘോരരൂപിയായ ഒരു കിരാതൻ കണ്ടുമുട്ടുന്നു. മഹാദേവിയെ ഗ്രസിക്കാനൊരുങ്ങുന്ന കാട്ടാളം വേഷം പൂണ്ട ശനീശ്വരനുമായി കൈലാസനാഥൻ യുദ്ധം ചെയ്യുന്നു. യുദ്ധത്തിൽ പരാജിതനായ ശനീശ്വരൻ പരമശിവനെ തപസ് ചെയ്യുമ്പോൾ നാടോടി വേഷം ഉപേക്ഷിച്ച് പാർവതി പരമേശ്വരന്മാർ പ്രത്യക്ഷീഭവിച്ച് സർവജനത്തിനും ബാധിക്കാവുന്ന ശനിദോഷത്തിന് പരിഹാരമായി ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ ശരണം പ്രാപിക്കാൻ ഉപദേശിക്കുമ്പോൾ ഹരിവരാസനത്തോടുകൂടി ഈ കുറത്തിയാട്ട നൃത്തശില്പം സമാപിക്കും.